ഹായ് മച്ചന്മാരെ, ഇത് ഐഫോൺ 6s ആണ് എൻ്റെ കൈമിലുള്ളത്. കസ്റ്റമർ പാസ്വേഡ് മറന്നിട്ട് കൊണ്ടുവന്ന, പാസ്വേഡ് മാത്രമല്ല കസ്റ്റമർക്ക് ക്ലൗഡും അതിൻ്റെ പാസ്വേഡ് അറിയില്ല, അപ്പോൾ അതിനെ അൺലോക്ക് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. അപ്പോൾ നമ്മളിത് ഇ എഫ് ടി ഡോങ്കിളിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ EFT ഇട്ടിട്ട് നമുക്ക് ആദ്യം ഇത് സെറ്റ് DFE മോഡിലേക്ക് മാറ്റണം. DFE മോഡിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, പാസ്കോഡ് റീഡ് ചെയ്യണം. റീഡ് ചെയ്തതിന് ശേഷം തിരിച്ച് റൈറ്റ് ചെയ്യണം. അങ്ങനെ കുറച്ച് പടികളുണ്ട്. നമുക്ക് എന്തായാലും ആ സ്റ്റെപ്പിലേക്ക് കടക്കാം. വളരെ സിമ്പിളായി ചെയ്യുകയാണെങ്കിൽ ഐറ്റൺ മോഡിലേക്ക് മാറ്റിയതിന് ശേഷം പവർ ബട്ടണും ഹോം ബട്ടണും പ്രസ് ചെയ്ത് പിടിച്ച് കുറച്ച് ടൈം കഴിഞ്ഞാൽ പവർ ബട്ടൺ റിലീസ് ചെയ്ത് ഹോം ബട്ടൺ മാത്രം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ DFE മോഡിലേക്ക് മാറും. നമ്മളെ ഫസ്റ്റ് സ്റ്റെപ്പ് EFT ഡോങ്കിൾ ഓപ്പൺ ചെയ്യാം. അതിൽ നമുക്ക് എന്ത് ചെയ്യാം, റാം ഡിസ്ക് പറഞ്ഞ ഓപ്ഷൻ എടുക്കാം. ഇത് EFT ഡോങ്കിൾ മാത്രമല്ല, നമുക്ക് ഒരുപാട് ടൂൾസ് ഉണ്ട്. അൺലോക്ക് ടൂളിൽ ചെയ്യാം, ഒരുപാട് ടൂൾസിൽ നമുക്കിത് ചെയ്യാവുന്നതാണ്. റാം ഡിസ്ക് എടുത്തതിന് ശേഷം 1 ക്ലിക്ക് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ, 1 ക്ലിക്കിൽ നമുക്കിത് അൺലോക്ക് ചെയ്യാം. അതിനുശേഷം ബൂട്ട് പാസ്കോഡ് സെലക്ട് ചെയ്തതിനു ശേഷം സ്റ്റാർട്ട് കൊടുക്കുക. ഇവിടെ നടക്കുന്ന പ്രോസസ്സ് അത് ബാക്കപ്പ് ചെയ്തതിനു ശേഷം പാസ്കോഡ് ബാക്കപ്പ് ചെയ്ത് ഫോൺ മൊത്തം റീസെറ്റ് ചെയ്തതിനു ശേഷം തിരിച്ച് പാസ്കോഡ് റീസ്റ്റോർ ചെയ്യും. അപ്പോൾ നമുക്ക് ഐക്ലൗഡും ലോക്കും എല്ലാം പോയ കണ്ടീഷനിൽ ഫോൺ നമുക്ക് കിട്ടും. അടുത്ത സ്റ്റെപ്പാണ് മൗണ്ട് ഓട്ടോ പറഞ്ഞിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്തതിനു ശേഷം ഓക്കെ കൊടുക്കുക. അടുത്ത സ്റ്റെപ്പ് നമുക്ക് പാസ്കോഡ് ബാക്കപ്പ് ചെയ്യാനാണ്. അവിടെ പാസ്കോഡ് ബാക്കപ്പ് ക്ലിക്ക് ചെയ്തതിനു ശേഷം ഓക്കെ കൊടുക്കുക. അതെല്ലാം ഓട്ടോമാറ്റിക് നമുക്ക് വരും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഓട്ടോ പ്രോസസ്സ് കൊടുത്തത്. ഓട്ടോമാറ്റിക് വരുന്നതിനുകൊണ്ട് നമുക്ക് വലിയ റിസ്ക് ഇല്ല, സിമ്പിളാണ്. അപ്പോൾ നമ്മൾ പാസ്കോഡ് ബാക്കപ്പ് ചെയ്ത് കഴിഞ്ഞ് ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ വെച്ചാൽ എറേസ് ഓൾ കണ്ടന്റ് ആൻഡ് സെറ്റിങ്സ് മൊത്തം എറേസ് ചെയ്യുക. ഫോണ് മൊത്തം ഒന്നുമില്ല, ലോക്കും കാര്യങ്ങളും എല്ലാം എറേസ് ചെയ്യുക. അതിനിതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക. ഫോണിപ്പം ബൂട്ടായിട്ട് വരും. ഇപ്പം മൊത്തം എറേസ് ആയിട്ടുള്ള കണ്ടീഷനിലായിരിക്കും ഫോൺ ഉണ്ടാവുക. ഹലോ മോഡിലായിരിക്കും ഫോൺ ഉണ്ടാവുക. ഇപ്പം നമുക്ക് കാണാം ഫോണോടെ ഹലോ മോഡിലേക്ക് മാറിക്കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഫോൺ രണ്ടാമതും DFE മോഡിലേക്ക് മാറ്റണം. DFE മോഡിലേക്ക് ഫോൺ മാറി. ഇനി നമ്മൾ ചെയ്യേണ്ട പ്രോസസ്സ് തിരിച്ച് EFT ഡോങ്കിൾ എടുക്കുക. അപ്പം ഇനി നമ്മൾ ചെയ്യേണ്ടത് സെയിം മെത്തേഡിനെ, മുന്നേ എന്താണ് ചെയ്തത് ആ സെയിം മെത്തേഡിനെ റിപ്പീറ്റ് ചെയ്യാം. 1 ക്ലിക്ക് പോയി ബൂട്ട് പാസ്കോഡ് സെലക്ട് ചെയ്ത് അത് സ്റ്റാർട്ട് കൊടുത്ത് ഓക്കെ കൊടുത്തതിന് ശേഷം അടുത്തത് ഓട്ടോ മൗണ്ട് കൊടുത്തതിന് ശേഷം ആണ് നമുക്ക് നമ്മളെ മെയിൻ സ്റ്റെപ്പ് വരുന്നത്. നമ്മൾ ബാക്കപ്പ് ചെയ്ത് വെച്ച പാസ്കോഡ് റീസ്റ്റോർ ചെയ്യണം. അടുത്ത സ്റ്റെപ്പ് അപ്ഡേഷനും റീസെറ്റും അതേപോലെ തന്നെ സെറ്റപ്പും സ്കിപ്പ് ചെയ്യാം. അപ്പോൾ അതിന് അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്ഡേഷൻ അവിടെ ഡിസേബിൾ ആയി കിടക്കും. അപ്പോൾ ഇത് ടെമ്പററി ബൈപ്പാസിങ് ആണല്ലോ. ഇത് ചെയ്തതിന് ആരും തിരിച്ച് സോഫ്റ്റ്വെയർ ചെയ്യാണ്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് റീലോക്ക് വരും. അപ്പോൾ നമ്മുടെ ഫോണ് ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. ഹലോ മോഡ് ആണെങ്കിലും നമുക്ക് ബൈപ്പാസ് ചെയ്യാം. പിന്നെ മസ്റ്റ് ആയിട്ടും കസ്റ്റമർ ID പ്രൂഫ് വാങ്ങിക്കണം. കസ്റ്റമർ ഫോൺ എന്താണെന്ന് നിങ്ങൾ കൺഫേം ചെയ്യണം. പിന്നെ നിങ്ങൾ വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.